ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ റോസ് കിച്ചൻ. ഇന്ന് നമുക്ക് ഗ്രേപ്പ് വൈൻ അല്ലെങ്കിൽ മുന്തിരി വൈൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കറക്റ്റായിട്ട് മുന്തിരി വൈൻ തയ്യാറാക്കുന്നതെന്ന്. പലരും തയ്യാറാക്കിയപ്പോൾ വൈനിന് നല്ല കളർ കിട്ടിയില്ല, പുളിപ്പുണ്ടായിരുന്നു, വീര്യം കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നല്ല ടേസ്റ്റിയും കളറുമായിട്ടുള്ള നല്ല കറക്റ്റുമായിട്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെയാണ് മുന്തിരി വൈൻ തയ്യാറാക്കുന്നത് നോക്കാം. പിന്നെ ഒരു കാര്യം, വൈൻ ഇടുന്നവർ ശ്രദ്ധിക്കാനുള്ളത്, ഞങ്ങൾ ഇടുന്ന രീതിയിൽ തന്നെ നിങ്ങൾ വൈൻ തയ്യാറാക്കണം. ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ അളവും ഇതേപോലെ ഞങ്ങൾ ഇടുന്ന രീതിയിൽ തന്നെ എടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ ഇത്രയും ടേസ്റ്റിയും കളറുമായിട്ടുള്ള നല്ല വൈൻ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള വൈൻ തയ്യാറാക്കുന്നത് നോക്കാം. മുന്തിരി വൈൻ തയ്യാറാക്കാൻ വേണ്ട ചേരുവക നമുക്ക് എന്തെല്ലാമാണെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് 2 കിലോ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്, 1.5 കിലോ ഷുഗർ, പിന്നെ നമുക്കൊരു 2 സ്പൂൺ നുറുക്ക് ഗോതമ്പ് വേണം, പിന്നെ പട്ട, ഏലക്ക, ഗ്രാമ്പൂ, സ്റ്റാർ. പിന്നെ വേണ്ടത് നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളമാണ്. അത് ഞാൻ എടുത്തിരിക്കുന്നത് 3 ലിറ്ററാണ് തിളപ്പിച്ചാറിയ വെള്ളം. ഇത്രയുമാണ് ഇതിൻ്റെ ചേരുവക. നമുക്കിനി എങ്ങനെയാണ് ഇത് നമുക്ക് നല്ലൊരു മുന്തിരി വൈൻ തയ്യാറാക്കുന്നത് നോക്കാം. നമ്മൾ മുന്തിരി വൈൻ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നല്ലപോലെ മുന്തിരി കഴുകി ഉണക്കിയെടുക്കണം. അതായത് ജലാംശം ഒട്ടും തന്നെ ഇല്ലാതെ വേണം നമ്മൾ മുന്തിരി എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്തിരി എടുത്ത് വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. പച്ചവെള്ളം ഉപയോഗിക്കാൻ പാടില്ല, തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമുക്ക് പിന്നെ വേണ്ടത് ഭരണിയാണ്. ഇതുപോലൊരു ഭരണി. ഈ ഭരണിയിൽ നമുക്ക് ഒട്ടും തന്നെ ജലാംശം പാടില്ല. ഈ ഭരണി നല്ലപോലെ കഴുകി ഉണക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഒട്ടും തന്നെ ജലാംശം പാടില്ല. പിന്നെ വേണ്ടത് നമുക്കൊരു മരത്തവിയാണ്. മരത്തവി അതുപോലെ തന്നെ വെള്ളം ഒട്ടും തന്നെ പറ്റിയിരിക്കാൻ പോലും പാടില്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ മുന്തിരി നമ്മൾ എടുക്കുമ്പോൾ ആദ്യം നമ്മൾ ഒന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ഇത് മുന്തിരി ഒന്ന് ഉടച്ച് എടുക്കണം. ആദ്യം നമുക്ക് മുന്തിരി എടുത്ത് നമുക്ക് മിക്സിയിലിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം അതങ്ങനെ ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ മുന്തിരിയെല്ലാം ഉടച്ചെടുത്ത് വന്നിട്ടുണ്ട് മിക്സിയിൽ. ഇതുപോലെ എടുക്കണം നമ്മൾ. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന ഭരണിയാണ്. ഈ ഭരണിയിലേക്ക് ആദ്യം നമ്മൾ ഈ മുന്തിരി ഇട്ട് കൊടുക്കുന്നു. ഉടച്ച് വെച്ചിരിക്കുന്ന മുന്തിരി ആയതുകൊണ്ട് നമുക്ക് ആദ്യം ഈ 2 കിലോ മുന്തിരി നമ്മൾ ആദ്യം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇനി ഇടേണ്ടത് പഞ്ചസാരയാണ്. നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1.5 കിലോ പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1.5 കിലോ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് പട്ടയാണ്. ഞാൻ പട്ട ഇട്ട് കൊടുക്കുന്നു. ഗ്രാമ്പൂ, ഏലക്ക നമുക്ക് ഒന്ന് ഉടച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമുക്കൊന്ന് ഉടച്ചിട്ട് കൊടുക്കാം. ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സ്റ്റാറാണ്. ഇത് നമുക്ക് മുറിച്ചങ്ങിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 ലിറ്റർ വെള്ളം ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തിളപ്പിച്ചാറച്ച് വെച്ചിരിക്കുന്ന വെള്ളം നമുക്ക് 3 ലിറ്റർ ഉണ്ട്, ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 നുള്ള് ഈസ്റ്റാണ് ഞാൻ ഇടുന്നത്, കണ്ടോ? ഇതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നുറുക്ക് ഗോതമ്പ് എടുത്ത് വെച്ചിരിക്കുന്ന ഇതുപോലെ കിഴി കെട്ടി വേണം ഇടാൻ. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്തേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഉണങ്ങിയ മരത്തവി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇളക്കുമ്പം ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയാകും.
ഈ തവി കൊണ്ട് തന്നെ വേണം നമ്മൾ ഒന്നരാടം ദിവസങ്ങളിൽ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഒന്നരാടം ദിവസങ്ങളിൽ. അപ്പോൾ ഈ ഇളക്കുമ്പോൾ ഈ തവി കൊണ്ട് തന്നെ വേണം നമ്മളിത് ഇളക്കാൻ. വേറെ ജലാംശം പറ്റിയ തവി ഉപയോഗിക്കരുത്. അപ്പം നമുക്കിത് ഇതിനായിട്ട് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ഇത് മൂടി വയ്ക്കാം. അതിനുശേഷം ഒരു തുണി എടുത്ത് നമുക്ക് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കെട്ടി വയ്ക്കണം. നന്നായിട്ട് മുറുക്കി കെട്ടി വെക്കണം. ഇനി നമുക്കിത് ഒന്നരാടം ദിവസങ്ങളിൽ ഇളക്കി കൊടുക്കണം. ഇത് നമുക്ക് ഇരുണ്ട ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. 31 ദിവസമാണ് ഈ വൈൻ റെഡിയാകുന്നതിന് വേണ്ട പ്രോസസ്സ്. അപ്പോൾ നമുക്ക് ഒന്നരാടം ദിവസങ്ങളിൽ ഇത് എടുത്ത് ഇളക്കി കൊടുക്കുകയും അതുപോലെ 31 ദിവസത്തേക്ക് മാറ്റി വയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ 31 ദിവസമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭരണി ഒന്ന് തുറന്നു നോക്കാം. ഇനി നമുക്ക് വൈൻ ഫിൽട്ടർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ അരിപ്പ എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മൾ കോരി എടുക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒട്ടും തന്നെ നമുക്ക് ഇതിനകത്ത് ജലാംശം പറ്റിയിരിക്കാൻ പാടില്ല. നല്ല ഡ്രൈ ആയിരിക്കണം കേട്ടോ. ഇതുപോലെ ആയിരിക്കണം എടുക്കേണ്ടത്. നമുക്കിനി ഇത് അരിച്ചെടുക്കാം. നമ്മൾ എടുക്കുമ്പോൾ ഭരണിയിലെ വൈൻ നമ്മൾ ഇളക്കരുത്. തെളിഞ്ഞ് കിടക്കുന്നത് നോക്കി വേണം നമ്മളിങ്ങനെ കോരിയെടുക്കാനായിട്ട്. ഇളക്കുമ്പോൾ എല്ലാം കൂടെ കലങ്ങും. അപ്പം നമുക്ക് വൈൻ എടുക്കുമ്പോൾ തെളിഞ്ഞ വൈൻ കിട്ടത്തില്ല. കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ എടുത്താൽ മതിയാവും. ഇങ്ങനെ കോരിയെടുക്കണം. ആദ്യം നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു ഫിൽറ്ററിൽ വേണം അരിച്ചെടുക്കാൻ. പിന്നെ നമുക്ക് കുറച്ചുകൂടെ നേർമയായിട്ടുള്ള അരിപ്പയിൽ നമ്മൾ അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത്രയും വീഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വൈൻ നമുക്ക് വേറൊരു പാത്രത്തിൽക്കോട്ട് അരിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ചുകൂടെ നേർമയായിട്ടുള്ളൊരു അരിപ്പ് എടുക്കണം. ഇതുപോലെ നേർമയായിട്ടുള്ള വളരെ നൈസായിട്ടുള്ള ഒരു അരിപ്പ് എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഈ അരിച്ചെടുത്ത വൈൻ നമുക്ക് ഇതിനകത്തേക്കും കൂടെ ഒന്നുകൂടി അരിച്ചെടുക്കാം. ഈ അരിച്ചെടുത്ത വൈനാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. ഒട്ടും തന്നെ ഈർപ്പം ആ പാത്രത്തിലും പാടില്ല. അരിപ്പയിലോ പാത്രത്തിലോ ഒട്ടും തന്നെ ഈർപ്പം ഇരിക്കാൻ പാടുള്ളതല്ല. ഇങ്ങനെ വേണം വൈൻ അരിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഇത്രയും വൈൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വൈൻ അരിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഒരു ബോട്ടിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഇതുപോലെയുള്ളൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ബോട്ടിൽ എടുക്കുമ്പോൾ അതിനകത്ത് ഒട്ടും തന്നെ ഈർപ്പം കാണാൻ പാടില്ല. അതുപോലെ ചില്ല് ബോട്ടിൽ എടുക്കുന്നതാണ് നല്ലത്. പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരിക്കലും എടുക്കരുത്. ചില്ല് ബോട്ടിൽ വേണം നമുക്ക് എടുക്കേണ്ടത്. അതിനായിട്ട് ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് വയ്ക്കാം.
ഇനി നമുക്ക് ബോട്ടിലേക്ക് ഒഴിച്ച് വയ്ക്കാം. നമ്മുടെ വൈന് നല്ല കളറുണ്ട്, കണ്ടോ? നല്ല കറക്റ്റായിട്ടുണ്ട് നമ്മുടെ വൈൻ. നല്ല കളറും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള വൈനാണിത്. ഇപ്പോൾ നമ്മുടെ വൈൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതേ മെത്തേഡിൽ വേണം, ഞങ്ങളിട്ട മെത്തേഡിൽ വേണം നിങ്ങളും വൈൻ ഇടാനായിട്ട്. ഇപ്പോൾ ഞാൻ ബോട്ടിലിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ബോട്ടിലിൽ നമ്മൾ ഒഴിക്കുമ്പോൾ അല്പം ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ വൈൻ ഒഴിച്ച് വയ്ക്കേണ്ടത്. ഇപ്പോൾ ഞാൻ അങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം എടുത്ത് നമുക്ക് നമ്മുടെ വൈൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ അതിനായിട്ടൊരു ചെറിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതാണ് വൈനിൻ്റെ ഗ്ലാസ്. അപ്പോൾ വൈനിൻ്റെ ഒരു ചെറിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ച് അല്പം ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല കളറ് കണ്ടോ? നമ്മുടെ വൈൻ നോക്കിക്കേ. ഞാൻ ഇതിനകത്ത് കളർ ചേർക്കാനായിട്ട് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നല്ല കളർ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അല്പം ഞാൻ അല്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഹായ്, നല്ല വൈൻ, നല്ല കളറും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ വൈൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് വൈൻ വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഞങ്ങളെടുത്ത അതേ മെത്തേഡിൽ തന്നെ ഇൻഗ്രീഡിയൻസും അതോടൊപ്പം തന്നെ അളവും എടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ ഇത്രയും ടേസ്റ്റിയും നല്ല കളറുമായിട്ടുള്ള വൈൻ നമുക്ക് റെഡിയായി കിട്ടുകയുള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വൈൻ നിങ്ങളും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഞങ്ങൾ തയ്യാറാക്കിയ മെത്തേഡിൽ തന്നെ നിങ്ങളും തയ്യാറാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്